കാട്ടുതീയൊക്കെ എപ്പോഴും പറയുന്നത് ഞാൻ സിജോ പറഞ്ഞ ഒരു കാര്യമാണ് ഗബ്രിയുടെ അടുത്ത് ഇപ്പൊ ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ ഞാൻ കാരണമാണ് നീ ഇവിടുന്ന് പുറത്തായത് എന്ന് കാട്ടുതീ എപ്പോഴും പറയുമായിരുന്നു. അതായത് സിജോ എപ്പോഴും പറയുമായിരുന്നു എന്നാണ് ജാസ്മിൻ ഉദ്ദേശിച്ചത്. ജാസ്മിനും ഗബ്രിയുമായിട്ടുള്ള ആ ഒരു കോംബോ കാരണമാണ് ഗബ്രി ഇവിടുന്ന് പുറത്താകാൻ കാരണമെന്ന് സിജോ എപ്പോഴും പറയുമായിരുന്നു എന്ന് ഗബ്രിയുടെ അടുത്ത് ജാസ്മിൻ ഇരുന്ന് ഇങ്ങനെ പറയുകയാണ്. ജാസ്മിൻ കുറെ സങ്കടത്തിലൊക്കെയാണ് പറയുന്നത്. ഞാൻ കൊള്ളില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണ് എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ ഇങ്ങനെ കിടന്ന് പറയുകയാണ്. പക്ഷെ ഗബ്രി ആ സമയത്ത് ഒന്നും മിണ്ടിയില്ല കേട്ടോ. ജാസ്മിൻ കാരണമാണ് ഗബ്രി പുറത്തേക്ക് പോയത് എന്ന് പറഞ്ഞ സമയത്ത് ഗബ്രി സത്യം പറഞ്ഞ ഒന്നും പറയുന്നില്ല. കാരണം ഗബ്രി പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും അത് തന്നെയായിരിക്കാം. ജാസ്മിൻ കാരണമാണ് ഗബ്രി പുറത്തായത് എന്നുള്ള കുറേ കാര്യങ്ങൾ ഗബ്രി ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. ഇൻഡിവിജ്വലായിട്ട് കളിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ആ വീട്ടിലുണ്ടാകേണ്ട ഒരു മത്സരാർത്ഥിയാണ് ഗബ്രി എന്നത് ഗബ്രി മനസ്സിലാക്കിയ ഒരു സത്യമായിരിക്കും. പക്ഷെ അത് പുറത്തേക്ക് തുറന്നു പറയത്തൊന്നുമില്ല. പക്ഷെ ഗബ്രിയുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു സമയത്ത് ഗബ്രി മൗനം പാലിച്ചത്. ജാസ്മിൻ പ്രതീക്ഷിച്ച ഉത്തരവ് എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല, നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ടൊന്നുമല്ല പുറത്തായത് എന്നുള്ള കാരണം വല്ലതും ഗബ്രി പറയും എന്നോർത്തായിരിക്കും ജാസ്മിൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ ഗബ്രി ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ജാസ്മിൻ കാരണമാണ് ഗബ്രി പുറത്തായത് എന്ന് പറഞ്ഞ സമയത്ത് എന്തായാലും അവർ രണ്ടുപേരും കൂടെ കട്ടയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ലൈവിൽ ഒത്തിരി സമയം അവരിരുന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.